ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം ലീഗിന്റെ അഹങ്കാരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SNDP യോഗം കൊച്ചി യൂണിയൻ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ നിഗളിപ്പിൽ SNDP യോഗത്തോട് ഏറ്റുമുട്ടാൻ വന്നാൽ തിരിച്ചടി വളരെ വലുതായിരിക്കുമെന്ന് SNDP യോഗം കൊച്ചി യൂണിയൻ മുന്നറിയിപ്പ് നൽകി. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അധിക്ഷേപിക്കുന്ന യൂത്ത് ലീഗിന്റെ നടപടിക്കെതിരായി കൊച്ചി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി ഷൈൻ കോട്ടുങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ആദരണീയനായ യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സാമൂഹ്യ നീതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ വയനാടും തൊടുപുഴയിലും ഇവിടുത്തെ ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കോലം കത്തിക്കുകയുണ്ടായി. ഈ കോലം കത്തിച്ചുകൊണ്ടൊന്നും SNDP യോഗം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ നയിക്കുന്ന അതിൻ്റെ ആദരണീയനായ യോഗം ജനറൽ സെക്രട്ടറിയുടെ രോമത്തെ പോലെ തൊടുവാനുള്ള ശക്തി ഇവിടുത്തെ യൂത്ത് ലീഗിനില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. SNDP എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം കേരളത്തിൽ മാത്രമല്ല ഇത് ലോകത്തെല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന മഹാപ്രസ്ഥാനമാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പാദങ്ങളുടെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ ഈ പ്രസ്ഥാനത്തെ അടിച്ചൊതുക്കാൻ ഇവിടുത്തെ ചില മത മൗലികവാദികൾ ശ്രമിച്ചാൽ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇവിടുത്തെ ഇഴവാദി പിന്നോക്ക സമുദായങ്ങൾ ഒരിക്കലും നോക്കി നിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ന് നമുക്കറിയാം, ഇന്ന് കേരളത്തിൻ്റെ തെക്ക് തൊട്ട് വടക്കുള്ള 140 യൂണിയനുകളിൽ ഇന്ന് ഇതിനെതിരെ ഈ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ കൊച്ചി യൂണിയനിലും ഇത്തരത്തിലെ ഒരു പ്രതിഷേധം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് നേരത്തെ എനിക്ക് മുന്നേ പ്രസംഗിച്ചവർ പറഞ്ഞ പോലെ ഇതൊരു സൂചന മാത്രമാണ്. ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ അതിനു വേണ്ടുന്ന നടപടികൾ എടുത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ സമരവുമായിട്ട് ഞങ്ങൾ ടിവിയിൽ ഇറങ്ങേണ്ട അവസ്ഥ വരും. തീർച്ചയായിട്ടും ഞങ്ങളുടെ യോഗം ജനറൽ സെക്രട്ടറിയെ ഒരു പോറിന് പോലും ഏൽക്കാതെ സംരക്ഷിക്കുവാൻ ഇന്ന് കേരളത്തിലെ ലക്ഷോപലക്ഷം ജനം വരുന്ന ഈഴവാദി പിന്നോക്ക സമുദായങ്ങളുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽ യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ ഇന്നേ തന്നെ അവസാനിപ്പിച്ചാൽ വളരെ നല്ലതാണ്. കാരണം ഇന്നിപ്പോൾ പുതിയ ഗവൺമെൻറ് അധികാരത്തിലേറാൻ പോകുന്നതിൽ ബഹുമാനപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതിന് ശ്രദ്ധയെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകൾ മുളയിലെ നുള്ളിക്കളഞ്ഞാൽ വളരെ നല്ലതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നമ്മളെല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. KSDP. യോഗത്തിൽ യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി ജോയിന്റ് സെക്രട്ടറി ശ്യാം പ്രസാദ് സ്വാഗതം പറഞ്ഞു. SDPY യോഗം കൗൺസിലർ സുജിത്, കണ്ടങ്ങാട്ട് ദേവസ്വം ട്രഷറർ രതീഷ് വാസുദേവൻ, കുമ്പളങ്ങി ശാഖ സെക്രട്ടറി സുമേഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. യോഗം സംഘടിപ്പിക്കുന്നത് സൂചന മാത്രമാണ്. ഞാൻ മുസ്ലിം യൂത്ത് ലീഗുകാരോട് പറയാനുള്ളത്, നിന്റെ പിതാവ് നിന്നെ ആലോചിക്കുന്നതിന് മുമ്പ് ഈ കേരളത്തിൽ സമുദായ പ്രവർത്തനം തുടങ്ങിയ ആളാണ് വെള്ളാപ്പള്ളി നടേശനെന്ന് ഇവിടുത്തെ യൂത്ത് ലീഗുകാരനും മുസ്ലിം ലീഗുകാരനും ആലോചിക്കണം. നിന്റെ പിതാവ് നിന്നെ ആലോചിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കണം. ഇതൊന്നും ഒരു കോലം കത്തിച്ചതുകൊണ്ടോ 2 മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പേടിച്ച് കൂട്ടിപ്പോയിരിക്കുമെന്ന് നിനക്കൊക്കെ ധാരണയുണ്ടെങ്കിൽ അത് നിന്റെയൊക്കെ വീട്ടിൽ വെച്ചാൽ മതി എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അടിച്ചാൽ തിരിച്ചടിക്കാൻ കരുത്തുള്ള ശക്തിയുള്ള പ്രസ്ഥാനമാണ് SNDP യോഗം എന്ന് മനസ്സിലാക്കണം. വെറും ഒരു വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പം ലക്ഷക്കണക്കിന് വരുന്ന ശ്രീനാരായണീയർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കണം. ഒരിക്കൽ നിന്നെയൊക്കെ ബോധ്യപ്പെടുത്തിയതാണ്. ഓർമ്മയുണ്ടല്ലോ നിനക്കൊക്കെ? മലപ്പുറത്തല്ല, വയനാടല്ല, കേരളത്തിൻ്റെ എവിടെയും കയറി അടിക്കാനുള്ള ശങ്കൂറ്റമുള്ള പ്രസ്ഥാനമാണ് SNDP യോഗം. അതിന് കരുത്തുണ്ട്, കരുത്ത് തെളിയിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇപ്പോൾ ഒരു അധികാരം കിട്ടിയപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് 4 മുദ്രാവാക്യം വിളിച്ച് ഈ നാട്ടിലിറങ്ങുമ്പോൾ ഞങ്ങളൊക്കെ പേടിച്ച് മാളത്തിൽ പോയിരിക്കുമെന്നാണ് നിന്റെയൊക്കെ ധാരണയെങ്കിൽ അത് നിർത്തിക്കോ. നിർത്താനുള്ള സൂചന മാത്രമാണ് പറയുന്നത്. ഞങ്ങളൊക്കെ തെരുവിലിറങ്ങിയാൽ നിനക്കും നിന്റെ ഉപ്പാപ്പാക്ക് പോലും താങ്ങാൻ പറ്റിയില്ലെന്ന് ഓർത്തോളണം. ഞങ്ങളൊക്കെ മതസൗഹാർദ്ദത്തിന് വേണ്ടി, ജാതിമതത്തിനതിനു വേണ്ടി അതീതമായി ഗുരുദേവ വിശ്വാസത്തിൻ്റെ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. പക്ഷേ ഞങ്ങളുടെ ഉണ്ണാക്കിൽ കൈയിട്ടാൽ, ഞങ്ങളുടെ തലയിൽ ചൊറുകാൻ വന്നാൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു വട്ടം ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട, അടിച്ചിട്ട വർത്താനം പറയുള്ളൂ. അത്ര ശക്തിയുള്ള പ്രസ്ഥാനമാണ് SNDP യോഗം. വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തിയല്ല,
ഇവിടെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന ആളുകളുണ്ട്. നിനക്ക് മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ, വയനാട് മാത്രമേ ഉള്ളൂ. ഇത് ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിച്ചിട്ടുള്ള പണന്നു കിടക്കുന്ന പ്രസ്ഥാനമാണ് SNDP യോഗമെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളാം. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയെ അവഹേളിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ തെരുവുകളിൽ മതവിദ്വേഷം പരത്തിക്കൊണ്ട് മുസ്ലിം ലീഗും അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ യുവജന സംഘടനകളും അടക്കം വളരെ മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് SNDP യോഗം എന്ന ഗുരുദേവ നിർപ്പാദങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ആ പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെയും അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്ന നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുള്ളതാണ്. ഈ ഇലക്ഷൻ നടക്കുന്ന നാളുകൾക്ക് മുൻപ് തന്നെ ബഹുമാനായിട്ടുള്ള ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചിരുന്നു, UDFന്റെ ഭരണം വരുന്ന സമയത്ത് തീർച്ചയായും ആ ഭരണം കൈയാളുന്നതും ഈ നാട്ടിലെ വിഭവ സമാഹരണങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം കട്ടെടുത്തിട്ട് പോകുന്നതും മുസ്ലിം ലീഗായിരിക്കും. ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് ഈഴവരായ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നത് വളരെ വ്യക്തമായി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ച് വളരെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെയാണ് ആ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം തന്നെ അവർ വളരെ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് ഏത് തരത്തിലുള്ള ആക്രമണങ്ങളും ഇത്തരത്തിലൊരു പിന്നോക്ക സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ നേതാക്കളെ ആക്രമിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ഭരണം തന്നെ അവർക്ക് അനുകൂലമാക്കാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തു വരുന്നത്. SNDP യോഗം വനിതാ സംഘം യൂത്ത് മൂവ്മെന്റും വിവിധ ശാഖാ ഭാരവാഹികളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. SNDP യോഗത്തിന്റെ ശാഖകളുടെയും യൂണിയനുകളുടെയും നേതൃത്വത്തിൽ SNDP യോഗത്തിന്റെ ബഹുമാനായിട്ടുള്ള ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് തൊടുപുഴയിൽ നടത്തിയ വിദ്വേഷപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഗ്രാമാന്തരങ്ങൾ നടക്കുകയാണ്. ഇവിടെ അധികാരത്തിൻ്റെ തണൽ ഉപയോഗിച്ചുകൊണ്ട് SNDP യോഗത്തെ അതിന് നേതൃത്വം നൽകുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അധിക്ഷേപിക്കുക വഴി ഈ സമുദായത്തെ ഒന്നാകെ ഈ ഭരണത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ നമുക്ക് നൽകില്ല എന്ന സൂചനയാണ് ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയർന്നു വരണം. അത് ജാതിമത വിഭാഗങ്ങൾക്ക് അതീതമായി SNDP യോഗത്തിന് നേതൃത്വം നൽകുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എല്ലാ സമുദായങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന പ്രസ്ഥാനമാണ് SNDP യോഗം. ചടങ്ങിൽ SNDP യോഗം കൊച്ചി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി അർജുൻ അരമുറി നന്ദി രേഖപ്പെടുത്തി. റാലിയിൽ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാ ശാഖാ സെക്രട്ടറി പ്രസിഡന്റുമാരും നമ്മുടെ യൂണിയന്റെ നേതാക്കന്മാർക്കും എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു സൂചനയായിട്ടാണ് നമ്മൾ ഈ പ്രതിഷേധത്തെ കാണുന്നത്. ഒരിക്കലും ജനറൽ സെക്രട്ടറി ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു സമുദായത്തെയോ കുറ്റം പറഞ്ഞിട്ടില്ല. ജനറൽ സെക്രട്ടറി പറഞ്ഞ മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടിയെ മാത്രമാണ് ജനറൽ സെക്രട്ടറി ഊന്നി പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഒരു ന്യൂനപക്ഷത്തെയോ അല്ലെങ്കിൽ ഒരു മതത്തെയോ ജനറൽ സെക്രട്ടറി ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചതോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചതോ ആയിട്ടുള്ള ഒരു പ്രവണതയാണത്. ശരിക്കും ജനറൽ സെക്രട്ടറി ആകുന്ന മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയുടെ അവരുടെ നയത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളായ ജനങ്ങളെ ഒരിക്കലും ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടില്ല. ഈവൻ ഇതിപ്പോൾ നിങ്ങൾക്കറിയാം, ജനറൽ സെക്രട്ടറി വിഷു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു പരിപാടിക്ക് ആദ്യമേ 1-ാം തീയതി കൈനീട്ടം കൊടുക്കുന്നത് ഒരു മുസ്ലിം കുടുംബത്തിലാണ്. അത് ഈ പറയുന്ന ലക്ഷോപലക്ഷം അതായത് ഈഴവർക്കറിയാം അത് ജനറൽ സെക്രട്ടറി കൊടുക്കുന്ന ആർക്കാണെന്നുള്ളത്. അപ്പോൾ ഇത് മറ്റുള്ള മുസ്ലിങ്ങൾക്കോ മറ്റുള്ള ജാതിക്കാർക്കോ ഇത് അറിയാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങളും മറച്ചു വെക്കുന്നുണ്ട്, മറ്റുള്ള സമുദായങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ജനറൽ സെക്രട്ടറി മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു മതത്തെയോ ഒരിക്കലും കുറ്റം പറയുന്നില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ മാത്രമാണ് ജനറൽ സെക്രട്ടറി കുറ്റം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഇത്രയും വലിയൊരു പ്രതിഷേധം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് പ്രതിഷേധം നടത്താനുള്ള ആളുകളും അതിനുള്ള സംഘടനാ സംവിധാനവും നമ്മുടെ SNDPക്കുണ്ട്. അത് ഒരിക്കലും ഇതിന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ തെരുവിലിറങ്ങും. തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അവർ മുസ്ലിം ലീഗിനും അറിയാം, കേരളത്തിൽ നിയുക്തമായ മുഖ്യമന്ത്രിക്കും തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരിക്കലും ആ ഒരു തലത്തിലേക്ക് പോകരുതെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഔപചാരികമായ കടമയിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ ഉദ്ഘാടനം നടത്തിയ ശ്രീ ഷൈൻ കുട്ടിങ്ങൾ അവർക്ക് കൊച്ചി SNDP യൂണിയൻ സെക്രട്ടറിക്ക് എൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കൊച്ചി SNDP യൂണിയൻ്റെ സെക്രട്ടറി ശ്രീമാൻ ഷൈൻ കുട്ടിങ്ങൾ അവരെ സ്വാഗതം ആശംസിച്ച
SNDP യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ രാമപ്രസാദുകളെ, പ്രിയപ്പെട്ട യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും വനിതാ സംഘത്തിൻ്റെയും മറ്റ് പോഷക സംഘടനകളുടെയും യൂണിയൻ ശാഖാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട SNDP യോഗത്തിൻ്റെ യൂണിയൻ ഭാരവാഹികളെ, ശാഖാ സെക്രട്ടറി, ശാഖാ പ്രസിഡന്റുമാർ, ഉപാധ്യക്ഷന്മാർ, പ്രിയപ്പെട്ട ജനറൽ കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട വനിതാ സംഘം മുഴുവൻ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരളം മുഴുവൻ പതാകയും ഏന്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള സമരങ്ങൾ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, SNDP യോഗത്തിൻ്റെ ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ അത്തരം ചെയ്തികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചി SNDP യൂണിയന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ സായാഹ്നം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.